അനധികൃതമായി വീട്ടിൽ സൂക്ഷിച്ച 446 ലിറ്റർ സ്പിരിറ്റ് ചിറ്റൂർ എക്സൈസ് പിടികൂടി. പുലർച്ചെ 4 മണിയോടെ പെരുമാട്ടി മുല്ലഞ്ചള്ള ജ്ഞാനേഷിന്റെ വീട്ടിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു സ്പിരിറ്റ് കണ്ടെത്തിയത്. 15 കന്നാസുകളിലായി 446 ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് പിടികൂടുകയായിരുന്നു. വീടിനോട് ചേർന്ന് നിർത്തിയിട്ട പിക്കപ്പ് വാനിൽ നിന്നും 360 ലിറ്റർ കള്ളും കണ്ടെത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് ജ്ഞാനേഷ്, അയാൾക്കൊപ്പമുണ്ടായിരുന്ന കോരിയാർ ചള്ള സ്വദേശിയായ എ രാധാകൃഷ്ണൻ എന്നിവരെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. ലിറ്റർ സ്പിരിറ്റാണ് പെരുമാട്ടി സ്വദേശി ജ്ഞാനേഷിൻ്റെ വീട്ടിൽ നിന്ന് ചിറ്റൂർ എക്സൈസിൽ നിന്ന് പിടികൂടിയത്. ഇതൊരു വലിയ സ്പിരിറ്റ് വേട്ടയാണ് നടന്നത്. അതെ, ഇന്ന് രാവിലെ 4 മണിയോട് കൂടി പാലക്കാട് എക്സൈസ് സ്റ്റോപ്പ് സ്ക്വാഡ് പാർട്ടിയും ചിറ്റൂർ എക്സൈസ് സർക്കിൾ പാർട്ടിയും നടത്തിയ സംയുക്ത പരിശോധനയിലാണ് പെരുമാട്ടി വില്ലേജിൽ മല്ലഞ്ചള്ള ദേശത്ത് ജ്ഞാനേഷ് എന്നയാളുടെ ഉടമസ്ഥയുള്ള വീട്ടിൽ നിന്നും ടിയാൻ്റെ പറമ്പിൽ നിന്നുമായിട്ട് 15 കന്നാസുകളിലായിട്ട് 446 ലിറ്റർ സ്പിരിറ്റും അതോടൊപ്പം 360 ലിറ്റർ കള്ളും കണ്ടെടുത്ത് കേസെടുത്തുള്ളത്. അതേസമയം ജ്ഞാനേഷിനെയും ടിയാൻ്റെ കൂടെ ഉണ്ടായിരുന്ന രാധാകൃഷ്ണൻ എന്നയാളെയും അറസ്റ്റ് ചെയ്തതാണ്. ഇതിപ്പോൾ എങ്ങനെയായിരുന്നു അവർ സൂക്ഷിച്ചിരുന്നത്? വീട്ടിൽ തോപ്പായിരുന്നു അത്? അത് തോപ്പല്ല, അത് ടിയാൻ്റെ വീട് തന്നെയാണ്. വീട്ടിനകത്ത് ഒരു റൂമിനകത്തായിട്ടും അതുപോലെ വീട്ടിൻ്റെ പുറത്തും ആയിട്ടാണ് ഇത് സൂക്ഷിച്ചിരിക്കുന്നത്. കള്ളിൽ ചേർക്കാനാണോ ഒരു സ്പിരിറ്റ് ഇവിടെ എത്തിച്ചത്? അതെ, അവർ തന്നിരിക്കുന്ന മൊഴി പ്രകാരം അത് മാവേലിക്കര ഗ്രൂപ്പ് 4ലേക്ക് പോകുന്ന കള്ള് കൊണ്ടുപോകുന്ന വാഹനത്തിൽ കള്ളിൽ കലക്കാനായിട്ട് വെച്ചിരിക്കുന്നതാണ് എന്നാണ് പറഞ്ഞത്. ആരൊക്കെയാണ് പിടിയിലായിട്ടുള്ളത്? നിലവിൽ പിടിയിലായിരിക്കുന്നത് 2 പേരാണ്. അതിൽ ജ്ഞാനേഷ് എന്നുള്ള അയാളുടെ വീട്ടിൽ നിന്നാണ് പിടികൂടിയിട്ടുള്ളത്. ജ്ഞാനേഷിനെയും കൂടെ സഹായിയായി ഉണ്ടായിരുന്ന രാധാകൃഷ്ണൻ എന്നയാളെയാണ്. ജ്ഞാനേഷിന് വല്ല ഷാപ്പോ അങ്ങനെ എന്തെങ്കിലും ലൈസൻസ് ഉണ്ടോ? ഇല്ല, ഈ ജ്ഞാനേഷ് ഇതാണ് ചെത്തുകാരനാണ്. അതെ, മാവേലിക്കര ഗ്രൂപ്പ് 4ലേക്ക് കൊണ്ടുപോകുന്ന കള്ളിൽ കലക്കാനായിട്ടാണെന്നാണ് പുള്ളി വന്നിരിക്കുന്ന മൊഴി. ഇനി കൂടുതൽ ആളുകളെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിടിയിലായുണ്ടാവില്ല? തീർച്ചയായിട്ടും അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കൂടുതൽ പ്രതികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ അറസ്റ്റ് ചെയ്യണം. ഇതിപ്പോൾ എവിടെ നിന്നാണ് ഈ സ്പിരിറ്റ് വന്നിരുന്നത്? അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാണ്? ഇല്ല, അതിൽ അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. അവർ തന്നിരിക്കുന്ന മൊഴി തമിഴ്നാട് ഭാഗത്തു നിന്നാണെന്നാണ് പ്രാഥമികമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതിൽ അന്വേഷണം നടത്തി കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഈ കേസിൽ ഇനിയും തുടരന്വേഷണം ഉണ്ടാകും. എവിടെ നിന്ന് ഈ സ്പിരിറ്റ് എത്തി തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി എക്സൈസ് പരിശോധിച്ചു. ഗൂഗിൾ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.